രാം നാരായണം രാം. ഈ പദത്തിൽ എത്രയും വേഗത്തിൽ സ്മരണ നടത്തുന്നവർ, ശബ്ദം അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്നവർ, അവരുടെ ശരീരത്തിന്റെ അണുക്കൾ അവരെയും വേഗത്തിൽ ഈ പദത്തിന്റെ പതികുകളായി മാറ്റുന്നു. സമുദ്രം കണ്ണുകൾക്ക് ദൂരമാകുമ്പോൾ ആകാശത്തിലേക്ക് എത്തുന്ന വെള്ളം പോലെ ജീവലോക മണിമ ലഘുമ വഴി അതേ പദത്തിൽ നടന്നു പോകുന്നു. ശരീരത്തിനുള്ളിൽ യോഗം, വ്യായാമം, പ്രാണായാമം തുടങ്ങിയ ശക്തികൾ ഉണരുന്നു. പ്രവർത്തനങ്ങൾ വഴി സാധ്യമല്ലാത്തവ അവയുടെ ജപത്തിലൂടെയാണ് സാധ്യമാകുന്നത്. പാമ്പുകൾ ഏറെയും 6 മാസം വരെ വ്യാധിയിട്ടു ഭക്ഷണം തേടി നടക്കുകയും ശേഷിക്കുന്ന 6 മാസം അവരുടെ യോഗസാധനയിലൂടെ ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുന്നു. ഇത് അവരുടെ ജന്മത്തിന്റെ യോഗപ്രക്രിയയാണ്. അവർ അവരുടെ ഭാഷ വായിക്കിന്റെ ഉള്ളിൽ ഒരു സ്ഥലത്ത് വച്ച് അവിടെ നിന്ന് ഒരു പ്രത്യേക രസം ഉത്പാദിപ്പിക്കുന്നു. അത് അവരുടെ ജീവിക്കാൻ മതിയായ ആഹാരമാണ്. ഇതിനെ ത്രാട്ടക യോഗം എന്ന് പറയുന്നു. ഇത് എല്ലായ്പ്പോഴും എല്ലാവരുടെയും ഉള്ളിൽ തന്നെയാണ്. അവയെ ഉണർത്തേണ്ടത് അവയുടെ അവസ്ഥയിൽ ആശ്രയിച്ചിരിക്കുന്നു. എളുപ്പത്തിൽ ഭക്ഷണം ലഭിച്ചാൽ അതിന്റെ ക്രമീകരണത്തിനായി ഏറെ പരിശ്രമം ചെലവഴിക്കുന്നത് സമയം നഷ്ടപ്പെടുത്തലിനായി മാത്രമേ ഉണ്ടാകൂ. ഇതു കേട്ടപ്പോൾ അതിശയിപ്പിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള നിരവധി അതിശയങ്ങൾ മറ്റു നിരവധി കാര്യങ്ങളുമുണ്ട്. വിവിധ പ്രക്രിയകൾ വഴി പലവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഒരു മമ്പലം ഒരു തുണി വീശിയെത്തിക്കാൻ സാധിക്കില്ല. അതിനാൽ നമുക്ക് എല്ലാം നേടാൻ കഴിയുന്ന ഒരു മാർഗം തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. നമ്മുടെ പ്രകാശത്തോടെ ഭൂമിയെ പ്രകാശിതമാക്കുന്നത് സാധ്യമല്ല. അത് സൂര്യന്റെ പ്രകാശത്തിൽ മാത്രമേ നടക്കൂ. ഒരു കുപ്പിയിലൂടെ വെള്ളമൊഴിച്ചും ഭൂമിയെ മുക്കലായും തീർക്കുക എങ്കിൽ അത് നമ്മൾക്ക് സാധ്യമല്ല. അത് ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴക്കരകൾ വഴി മാത്രമേ സാധ്യമാകൂ.